ഹലോ, എളുപ്പത്തിൽ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനൊരു കുക്കറിലേക്ക് 1/4 കപ്പ് പരിപ്പാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് വേണം, അതല്ലെങ്കിൽ കുമ്പളങ്ങ മാത്രം ചേർത്ത് കൊടുക്കണമെന്നില്ല. വഴുതന ഏത് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2-3 അല്ലി വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറിയൊരു സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരിപ്പ് എടുക്കുന്നതനുസരിച്ചിട്ട് വെളുത്തുള്ളിയും സവോളയും എല്ലാം കൂട്ടി കൊടുത്താൽ മതി. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചെറുതായിട്ട് ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് 2 വിസിൽ വന്നപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് തേങ്ങ അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കടുവും കറിവേപ്പിലയും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും ചെറുതെങ്കിലും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്